ഭാഗം 62. താൻ കൂടെയുണ്ടെന്ന് ജാനകിയമ്മ അവളോട് പറയാതെ പറഞ്ഞു. എന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ തൊട്ടവനെ കൈകാര്യം ചെയ്തു, അത്ര തന്നെ. ആ കാഴ്ചയുണ്ടാക്കിയ തെറ്റിദ്ധാരണയാവും ഭദ്രേട്ടന്റെ അമ്മയുടെ പ്രശ്നം. ഞാനിപ്പോൾ കൊലപാതകം ചെയ്താലും എന്റെ ശരീരം നോവിക്കാൻ ഇവർക്ക് യാതൊരു അവകാശവുമില്ല. പ്രായത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടും ഭദ്രേട്ടന്റെ അമ്മയായതുകൊണ്ടും മാത്രം എന്നെ അടിച്ചത് ഞാൻ ക്ഷമിക്കുന്നു. ഇല്ലെങ്കിൽ നീ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റുമോ? എന്റെ മൂക്കിൽ ഇത്രയും വലിയൊരാളെ വലിച്ചു കയറ്റാനുള്ള മന്ത്രവാദമൊന്നും വശമില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി കൈ ഉയർത്താത്ത നിലയിലാക്കാൻ എനിക്കാവും. ശക്തി യാതൊരു പരിഭ്രമവും കൂടാതെ പറഞ്ഞു. ആഹാ, ഇവളെന്നെ അടിക്കുമെന്നല്ലേ സേനേട്ട പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ ചതിയിലൂടെ കടന്നു കയറിയിട്ട് നമ്മളെ തന്നെ ദ്രോഹിക്കാനുള്ള ഇവളുടെ മിടുക്ക് നോക്കിക്കേ. ഇനിയൊരു നിമിഷം പോലും ഇവളെ ഇവിടെ നിർത്തരുത്. ഉറങ്ങിക്കിടന്ന വീരന്റെ മുറിയിൽ കയറി കാമഭ്രാന്ത് കാണിച്ചവളാണ്. കുറച്ചു മുമ്പ് അല്ലുവുമായിട്ടായിരുന്നു. നിങ്ങളെപ്പോലും ഇവള് വെറുതെ വിടില്ല. ഇവളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നുവെന്ന് ആർക്കറിയാം? പോകുന്നിടത്തും വരുന്നിടത്തുമെല്ലാം ആളുകളെ ഒപ്പം നിർത്താൻ ഇവളുടെ മാർഗം എന്താണെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ശക്തിയുടെ നിയന്ത്രണം തെറ്റിക്കുന്ന വിഷം നിറച്ച വാക്കുകൾ ഏറ്റവും വികൃതമായി തന്നെ ഭദ്ര തുപ്പിയതും ഹാളിലെ സ്റ്റെയറിനോട് ചേർന്നിരുന്ന വലിപ്പമുള്ള സെറാമിക് ഡെക്കറേഷൻ ഫ്ലവർ പോട്ട് പൊട്ടിയിരുന്നു. എല്ലാവരും പകച്ചു നോക്കുമ്പോൾ പല്ലുകൾ ഞെരിച്ചമർത്തി മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ശക്തി നിന്ന് വിറയ്ക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിയിരുന്നു. ഇനി എന്നെക്കുറിച്ച് ഒരു വാക്ക് വൃത്തികേടായി നിങ്ങൾ പറഞ്ഞാൽ, ചോരയൊലിക്കുന്ന വലങ്കൈ അവർക്ക് നേരെ ചൂണ്ടി ശക്തി പറയുമ്പോൾ ഭദ്ര പയന്ന് പിന്നിലേക്ക് 2 ചുവട് മാറി. ശക്തിയുടെ പുതിയ ഭാവം കണ്ട നടുക്കത്തിലായിരുന്നു ഏവരും. എന്നാൽ അവളാവട്ടെ നിരന്തരമായ പ്രയത്നം കൊണ്ട് അടക്കി വെച്ച തന്നിലെ കോപം നിയന്ത്രണമില്ലാതെ പുറത്തു ചാടിയതിന്റെ പകപ്പിലായിരുന്നു. ശരീരം മുഴുവൻ വിറച്ച് പിന്നെയും എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനുള്ള ത്വരയെ അവൾ പണിപ്പെട്ട് അടക്കി നിർത്തി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചു. കുറച്ചു മുമ്പ് അടുക്കളയിൽ അരങ്ങേറിയ നാടകത്തിന്റെ അവസാന ഭാഗം എന്നതുപോലെ പാലാഴിയിലെ ഹാളിൽ ഭദ്രയ്ക്കൊപ്പം പ്രമീലയും കക്ഷി ചേർന്നു. കാര്യമറിയാതെ പുറത്തു പോയിട്ട് വന്ന വീരനും അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവൻ ശക്തിയെയും ജാനകിയമ്മയെയും മാറി മാറി നോക്കി. എല്ലാവരും നിൽക്കുന്നതിനാൽ അവളുടെ അടുത്തേക്ക് പോകാനോ കാര്യങ്ങൾ ചോദിക്കാനോ അവൻ ശ്രമിച്ചില്ല. പക്ഷേ ശക്തിയുടെ ദേഷ്യം അതവന് അവിശ്വസനീയമായി തോന്നി. വർഷങ്ങളായി തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സമാധാനപരമായ ജീവിത രീതി പിന്തുടരുന്നവൾക്ക് കടുത്ത മാനസികാഘാതം ഏറ്റിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഭദ്രൂട്ടാ, ശക്തിക്ക് എന്താ പറ്റിയത്? ഒരു നിമിഷം അവൾക്ക് നിലതെറ്റിയതുപോലെ എനിക്ക് തോന്നിയതാണോ? ഇവരെയൊക്കെ പേടിപ്പിക്കാനാവും അവൾ അങ്ങനെ ചെയ്തത്, അല്ലേ? അല്ലച്ചമ്മേ, പുറമേ ശക്തി ധൈര്യശാലിയാണെങ്കിൽ അകമേ ദുർബലയാണ്. ചെറിയ പ്രായം മുതൽ അവൾ അനുഭവിച്ചു വന്ന ഒറ്റപ്പെടലുകളും അവഗണനകളും ഉപദ്രവങ്ങളും അവളുടെ മാനസിക നിലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ദേഷ്യവും സങ്കടവും മൂലം കടുത്ത പനിയും അസുഖങ്ങളും ഒരു പ്രായത്തിൽ അവളുടെ സന്തത സഹചാരികളായിരുന്നു. അതിൽ നിന്ന് അവൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ മറ്റു ചില സംഭവങ്ങൾ അവളെ തേടിയെത്തിയിരുന്നു. അതിനുശേഷം ആത്മഹത്യാ പ്രവണതയുൾപ്പെടെ അവൾക്കുണ്ടായിരുന്നു. അന്ന് അവൾക്ക് കാവൽ നിന്നത് ഡോക്ടർ നന്ദഗോപാലാണ്, അവളുടെ 2ാം അച്ഛൻ. ജാനകിയമ്മ ഞെട്ടലോടെ വീരനെ നോക്കി. ഇതൊന്നും അവൾക്കറിയില്ല. പക്ഷേ അവൾക്ക് പോലും അറിയാത്ത വിധത്തിലുള്ള കൗൺസിലിങ്ങുകളും മറ്റും ഡോക്ടർ പല രീതിയിൽ നൽകിയിട്ടുണ്ട്. നളിനി ട്രസ്റ്റിൽ പല മാനസികാവസ്ഥയിലുള്ള ആളുകളുമായിട്ടാണ് ശക്തി അടുത്തിടപഴകുന്നത്. അവർക്ക് കൊടുക്കുന്ന കൗൺസിലിങ്ങുകളിൽ ശക്തിയും പങ്കാളിയായി തുടങ്ങി. അങ്ങനെ തന്റെ ദേഷ്യം ഒരു മാനസിക രോഗമായി മാറാതെ അതിനെതിരെ പോരാടി സ്വയം നിയന്ത്രിക്കാൻ അവൾ ശ്രമിച്ചിരുന്നു. വീരൻ പതിയെ ജാനകിയമ്മയോട് പറഞ്ഞു. ഹാളിൽ തികഞ്ഞ നിശബ്ദതയാണ്. ശക്തി ചുറ്റുപാടുകളെ മറന്ന് തന്നിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്ത് മിഴികൾ ഇറുക്കിയടച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മുമ്പ് അനുഭവപ്പെട്ടതിനേക്കാൾ താഴ്ന്ന നിലയിലേക്ക് അവളുടെ കോപം ശമിച്ചിട്ടുണ്ട്. അല്ലുവിന്റെ മൂക്കിന് നല്ല വേദനയുണ്ട്. അവന് വാ തുറന്ന് സംസാരിക്കാൻ വയ്യായിരുന്നു. ഭദ്രയുടെ ഏറെ ശക്തിയെ ഉന്നം വെച്ചായിരുന്നുവെങ്കിലും അവളവന്റെ കാലിൽ ചവിട്ടി ഞെരിച്ചുകൊണ്ട് കുതറി മാറിയതിനാൽ
കൃത്യമായി വെള്ളം നിറച്ച കുപ്പി വന്നു പതിച്ചത് അല്ലുവിന്റെ നെഞ്ചിലാണ്. മൊത്തത്തിൽ അല്ലുവിന് നേരെ നിൽക്കാൻ കഴിയാത്തത്ര പരിക്കുകളാണ്. ഡാഷ് തള്ള ഒടുക്കത്തേറായിരുന്നു. വേദന കൊണ്ട് മൂക്കുപൊത്തി അല്ലു പല്ല് ഞെരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, എന്താടാ അല്ലു ഇവിടെ നടക്കുന്നത്? കിച്ചണിൽ എന്താ ശരിക്കും നടന്നത്? നീ ഇടപെട്ടത് കൊണ്ട് ഈ കാണുന്നതൊന്നുമല്ലെന്നറിയാം. ജിനു പതിയെ ചോദിച്ചു. അല്ലുവിനാണെങ്കിൽ ശരീരം മുഴുവൻ വേദന എടുത്തിട്ട് ദേഷ്യം വന്നിരിക്കുകയാണ്. അതിന്റെ ഒപ്പം ജിനുവിന്റെ ചോദ്യം കൂടിയായപ്പോൾ ടെമ്പർ തെറ്റി. വായൊന്ന് അനക്കാൻ ശ്രമിച്ചപ്പോൾ ഉടലോടെ നരകത്തിലെത്തിയെന്ന പ്രതീതിയായി. അതോടെ സംസാരിക്കാൻ വയ്യെന്നവൻ ആംഗ്യം കാണിച്ചു. ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മതിയടാ, കാര്യം എന്താണെന്ന് എനിക്കും കൂടി അറിയണ്ടേ? ഇത് വെറുതെ അറ്റവും മുറിയും കേട്ടിട്ട് എന്ത് മനസ്സിലാവാനാണ്? നീ കളത്തിലിറങ്ങിയെങ്കിൽ അതിനു പിന്നിലൊരു പ്ലാൻ ഉണ്ടാവില്ലേ? ജിനുവിനെ പിണക്കുന്നത് നല്ലതല്ലെന്നറിയാവുന്നത് കൊണ്ട് നടന്ന സംഭവങ്ങൾ ചുരുക്കി അവൻ വേഗത്തിൽ ടൈപ്പ് ചെയ്തു കൊടുത്തു. ഞാൻ അവളെ ഒന്ന് ട്യൂൺ ചെയ്തു വന്നതാ. നിന്റെ അമ്മ അപ്രതീക്ഷിതമായി വന്ന് എന്റെ നെഞ്ച് കലക്കി കളഞ്ഞു. അവൾ എന്റെ മൂക്കും കാലും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഈ വേദനയൊക്കെ ഏത് കാലത്ത് മാറാനാണ്? അവളെ എന്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള വജ്രായുധം വരെ കിട്ടിയതാ. അല്ലു ടൈപ്പ് ചെയ്തത് വായിച്ചിട്ട് ജിനുവിന്റെ കണ്ണ് ഇപ്പോൾ പുറത്തേക്ക് തള്ളുമെന്ന നിലയിലായി. അതെന്ത് വജ്രായുധം? അതൊക്കെ ഉണ്ടെന്ന് അല്ലു ടൈപ്പ് ചെയ്ത് കാണിച്ചു. അങ്ങനെയെങ്കിൽ നിനക്ക് കുറച്ചുകൂടി പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്താൽ പോരെ? ഇതിപ്പോ ഇല്ലത്തു നിന്നിറങ്ങുകയും ചെയ്തു, അമ്മാത്ത് എത്തുകയും ചെയ്തില്ല. അച്ചമ്മ അവളുടെ സൈഡ് പിടിച്ചാൽ എല്ലാം പോകും. എന്നെ അപമാനിച്ചവൾക്ക് നല്ല മറുപടി കൊടുക്കാൻ പറ്റിയ അവസരമായിരുന്നു. കാര്യങ്ങൾ വിളിച്ചു കൂവാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അവളുടെ മുന്നും പിന്നും നോക്കി വെള്ളമിറക്കി വെറുതെ കയ്യിൽ കിട്ടിയ അവസരം കളഞ്ഞു കുളിച്ചു. ഇക്കാര്യത്തിൽ നിനക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണല്ലോ. ജിനുവിന് അമർഷം അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഒരു തവണയെങ്കിലും ശക്തിയുടെ തല കുനിഞ്ഞു കാണണമെന്ന് അവൻ അത്രത്തോളം മോഹിച്ചിരുന്നു. അല്ലുവാകട്ടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടതോടെ ജിനുവിന്റെ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. ശക്തിയെ നോക്കാൻ ആ നിമിഷം അവന് നേരിയ ഭയം തോന്നിയിരുന്നു. അത്രയും വലിയൊരു പോട്ട് മുഷ്ടി ചുരുട്ടി ഇടിച്ച് പൊട്ടിക്കുകയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. ഇവൾക്ക് വേദനയുമില്ലേ എന്നാണ് അല്ലു ചിന്തിച്ചത്. ആ ഡാഷ് മോള് കിടന്ന് തിളയ്ക്കുന്നത് കണ്ടില്ലേ? നിനക്ക് വല്ല രഹസ്യവും അറിയാമെങ്കിൽ പറഞ്ഞു തുലയ്ക്കടാ. അവൾക്ക് വേറെ വല്ല അവിഹിതവുമുണ്ടോ? ജിനു അടക്കമില്ലാത്തതുപോലെ ചോദിക്കുമ്പോൾ അല്ലു അവൻ അടുത്തു നിന്ന് അല്പം മാറി നിന്നു. മുഖം മൊത്തത്തിലിരുന്ന് വിങ്ങുകയാണ്. അതിനിടയിൽ ജിനുവിന്റെ കുറ്റപ്പെടുത്തലും ചോദ്യം ചെയ്യലും കൂടിയായപ്പോൾ അവന് ദേഷ്യം പിടിച്ചു തുടങ്ങിയിരുന്നു. ഒപ്പം ശക്തിയോടുള്ള പക കടുത്തു. അച്ചമ്മേ, അവൾ ഇപ്പോൾ ഓക്കെയാണ്. എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അമ്മയും അപ്പച്ചിയും ഇനിയും അവളിൽ ദേഷ്യമുണ്ടാകുന്നത് പോലെ ഇടപെടും. വീരൻ ജാനകിയോട് പതിയെ പറഞ്ഞു. ശക്തി! ജാനകിയമ്മ വിളിച്ചപ്പോൾ അവൾ കണ്ണു തുറന്ന് അവരെ നോക്കി. പിന്നെ പൊട്ടിക്കിടക്കുന്ന പോട്ടിലും അവളുടെ മിഴികൾ പതിഞ്ഞു. സോറി, ഞാൻ അറിയാതെ. എനിക്കറിയാം നല്ല വിലയുള്ളതാണെന്ന്. അത് സാരമില്ല. അതിന് അവിടെ ഇരിക്കാനുള്ള യോഗമില്ലായിരുന്നു. മോളുടെ കൈകൊണ്ടത് ഉടഞ്ഞില്ലെങ്കിൽ ദാ ഈ നിൽക്കുന്നവന്റെ കൈകൊണ്ട് പോയേനെ. മാത്രവുമല്ല, ആ പൊട്ടിക്കിടക്കുന്ന നിന്റെ ഭർത്താവായി തന്നെ വാങ്ങിവെച്ചതാണ്, മറ്റാരുടെയുമല്ല. അതുകൊണ്ട് മോൾ അതിന് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തന്നെ തോന്നിയല്ലോ, അത് മതി. എനിക്കറിയേണ്ടത് മറ്റൊന്നാണ്. എന്താണ് അടുക്കളയിൽ നടന്നത്? അവളുടെ മിഴികൾ അല്ലുവിലേക്കും പിന്നീട് ഭദ്രയ്ക്കും പ്രമീളയ്ക്കും നേരെ നീണ്ടു. ഒടുവിലത് വീരനിൽ എത്തി നിന്നു. അവൻ കൈകൾ കെട്ടി അവളെ കേൾക്കാനെന്നതുപോലെ നിന്നു. ഈ അമ്മയ്ക്കിതെന്താ? ഏട്ടത്തി കാര്യം പറഞ്ഞില്ലേ? ഇനിയിപ്പോ ഇവള് മൊഴിഞ്ഞാലേ വിശ്വാസം വരൂ. ഞാൻ ശക്തിയോടാണ് ചോദിച്ചത് പ്രമീളെ, നീ ഇടപെടേണ്ട. പ്രമീള കൈകൊണ്ട് ഭദ്രയെ തട്ടി. സംസാരിക്കൂ എന്ന പോലെ. പ്രമീള ഇടപെടേണ്ട, പക്ഷേ എനിക്കിടപെടാമല്ലോ. എന്റെ മകന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമല്ലേ? അതോ ഇനി വീരൻ എന്റെ മകനല്ലെന്ന് പറയുമോ? എനിക്ക് അവനിൽ ഒരവകാശവും ഇല്ലെന്ന് പറയുമോ? ഭദ്ര അർത്ഥം വെച്ചുകൊണ്ട് ചോദിച്ചു. പ്രസന്നനും ജാനകിയമ്മയും മുഖത്തോട് മുഖം നോക്കുന്നത് വീരൻ ഞൊടിയിൽ കണ്ടെത്തി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഭദ്രേ. ഇവിടെ വീരനെ പിടിച്ചിടേണ്ട. ശക്തി അവളുടെ ഭാഗം പറയട്ടെ. പിന്നെ വീരനും ഇവിടെ ഉണ്ടല്ലോ, അവൻ തന്നെ അവന്റെ ജീവിതത്തെക്കുറിച്ച് പറയട്ടെ. നീ പറയുന്നത് പോലെ അവന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് അവനിടപെടാൻ കഴിയുമല്ലോ. അവനു വേണ്ടി നീ തീരുമാനങ്ങൾ എടുക്കാൻ
മുലകുടി പ്രായമൊന്നുമല്ല. അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശക്തി അവന്റെ ഭാര്യ തന്നെയാണ്. എന്റെ ചോദ്യം ശക്തിയോടാണ്. എനിക്കുള്ള മറുപടി അവൾ മാത്രം നൽകിയാൽ മതി. ഇവൾ വിളിച്ചു പോകുന്നത് വിശ്വസിക്കാൻ മാത്രം മണ്ടരല്ല ഞങ്ങൾ. അമ്മയ്ക്കെന്താ ഇവളോട് ഇത്ര ചായ്വ്? വീരന് പോലും ഇവളോടുള്ള മനോഭാവം വേറെയാ. പ്രമീള ചീറി. എന്റെ താല്പര്യം നിന്നെ ബോധിപ്പിച്ചു മാത്രമേ എനിക്കിവിടെ ജീവിക്കാൻ കഴിയുകയുള്ളോ? ജാനകിയമ്മയുടെ സ്വരം പതിവിൽ കൂടുതൽ ഉയർന്നു. എങ്ങനെ വേണേലും ജീവിച്ചോ, ഞങ്ങൾക്കൊന്നുമില്ല. മുമ്പൊരു ദേവകിയെ കൊണ്ട് മനുഷ്യന് തൊല്ലയൊഴിഞ്ഞ നേരമില്ലായിരുന്നു. അവളുടെ ശല്യം തീർന്നപ്പോൾ അടുത്തത്. ഭദ്ര പ്രസേനന്റെ വിലക്കിനെ മറികടന്നുകൊണ്ട് പറഞ്ഞു. എന്നുവെച്ചാൽ നീ എന്താ ശക്തിയെ ചുമന്നാണോ നടക്കുന്നത്? ജാനകിയമ്മയുടെയും ഭദ്രയുടെയും തർക്കങ്ങൾ മുറുകി വന്നു. കല്യാണം കൂടാൻ വന്നവൾ വീരന്റെ കൂടെ കിടന്ന് ഭാര്യ പദവി നേടി. അവൻ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വീട്ടിലെ മറ്റാണുങ്ങളെ പിടിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഇവൾക്ക് വിശദീകരിച്ചു പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിനെ തടയാൻ വേണ്ടിയല്ലേ അവൾ ആ ഫ്ലവർ വേസ് പൊട്ടിച്ചത്. അതിനെ അമ്മ ന്യായീകരിക്കുകയും ചെയ്തു. വീരൻ വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് പുണ്യവാളത്തിയാക്കി. ആര് വാങ്ങിയാലെന്താ? ദേഷ്യം കാണിക്കുന്നത് ഇങ്ങനെയാണോ? കണ്ടിടം പെറുക്കി നടന്ന് വളർന്നതിന്റെ കുഴപ്പമാണ്. നല്ലൊരു വീട്ടിൽ ജനിച്ചു വളർന്നാലല്ലേ മര്യാദകൾ അറിയൂ. ഇവളുടെ രീതികളൊന്നും ഇവിടെ പറ്റില്ല. അന്തസ്സുള്ളവരാണ് നമ്മൾ. ഭദ്രേ, മതി. പ്രസേനൻ ശബ്ദമുയർത്തി. ഇനിയും ഭദ്ര തുടർന്ന് സംസാരിച്ചാൽ എല്ലാവർക്കും മുമ്പിൽ അവൾ അപമാനിതയാകുമെന്ന് പ്രസേനന് ഉറപ്പുണ്ടായിരുന്നു. എത്രയാണെങ്കിലും അയാളുടെ പ്രണയമല്ലേ. അവരുടെ മുഖം കുനിഞ്ഞു പോകുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. മതിയെങ്കിൽ മതി. എന്തായാലും ഇവളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇവള് തന്നെ തെളിയിക്കട്ടെ. അന്നേ ഞാൻ എല്ലാവരോടും പറഞ്ഞതാ ഇങ്ങനെയൊരു വിവാഹം നടത്തേണ്ടെന്ന്. ഇപ്പോഴോരോന്ന് അനുഭവിച്ചിട്ടും ഇവൾ നല്ലവൾ. എനിക്ക് തോന്നുന്നത് ഇവളേതോ കൂടോത്രം ചെയ്യുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും ഇങ്ങനെ കയ്യിലെടുക്കുന്നത്? എന്തായാലും എന്റെ മോന്റെ ജീവിതമല്ലേ നശിക്കുന്നത്. ഭദ്ര നന്നായി മെഴുകി. മകന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതിനാൽ പ്രമീളയും ഭദ്രയുടെ ഒപ്പം തന്നെ നിന്നു. നിന്നോടല്ലേടി മതിയെന്ന് പറഞ്ഞത്? പ്രസേനന്റെ ശബ്ദം പരിധി വിട്ടുയർന്നപ്പോൾ ഭദ്ര പകച്ചുപോയി. അയാളുടെ ദേഷ്യത്തിനു മുന്നിൽ ഒരു തവണ കൂടി ശബ്ദമുയർത്തി സംസാരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ലെങ്കിലും ശക്തിയെ നോക്കുമ്പോൾ വെറുപ്പ് മാത്രം പ്രകടമാക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം ആർക്കും മറുപടി നൽകാതെ ശക്തി തിരിഞ്ഞു നടന്നു. ഇനിയും അവിടെ നിന്നാൽ തന്റെ ദേഷ്യം വീണ്ടും നിയന്ത്രണം തെറ്റിച്ച് പുറത്തു ചാടുമെന്ന് അവൾ ഭയന്നിരുന്നു. കണ്ടോ, അമ്മ ചോദിച്ചിട്ടും മിണ്ടാതെ പോകുന്നത് കണ്ടോ? ആ ദേവകിയും ഇവളുമൊക്കെ ഒരേപോലെയാ. ആണിന്റെ തലവട്ടം കണ്ടാൽ മതി, ചിരിച്ചു മയങ്ങി അങ്ങ് ചെന്നോളും. ഭദ്ര തന്റെ സഹോദരന്റെയും ദേവകിയുടെയും ബന്ധത്തെ മുൻനിർത്തിയാണ് പറഞ്ഞത്. ആരും അറിഞ്ഞിട്ടില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്ന ബന്ധം ഭദ്ര എത്രയോ കാലം മുമ്പേ മനസ്സിലാക്കിയിരുന്നു. ഒപ്പം പ്രസേന നിന്ന ഭാഗത്തേക്ക് നോക്കുകയും ചെയ്തില്ല. അയാൾ സംസാരിക്കരുതെന്ന് പറഞ്ഞതനുസരിക്കാതെ വീണ്ടും സംസാരിച്ചതല്ലേ. പടികൾ കയറാൻ തുടങ്ങിയ ശക്തി അത് കേട്ട് തിരിഞ്ഞു നിന്നു. ദേ സ്ത്രീയെ, ഞാൻ നിങ്ങളോട് തർക്കത്തിന് വരാത്തത് നിങ്ങളുടെ പ്രായവും പിന്നെ ഭദ്രേട്ടന്റെ അമ്മയുമാണെന്ന വിചാരം കൊണ്ടാണെന്ന് ഒരു വട്ടം പറഞ്ഞു. സത്യം എന്തെന്ന് തിരിച്ചറിയാതെ വെറുതെ വളവളാന്ന് പറഞ്ഞാൽ എന്റെ പ്രതികരണം മോശമായിരിക്കും. ശക്തി ദേഷ്യം പരമാവധി നിയന്ത്രിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവളുടെ സംസാരം പ്രമീളയെ ചൊടിപ്പിച്ചു. വ്യംഗ്യമായ അർത്ഥത്തിൽ അവൾ കുറ്റം ആരോപിച്ചത് അല്ലുവിനെയാണല്ലോ. എന്ത് പ്രതികരണമാടി നീ നടത്തുമെന്ന് പറയുന്നത്? അല്ലു എന്റെ മകനാണ്, അവനെ എനിക്കറിയാം. ഏട്ടത്തി കണ്ടതാണ് വിളിച്ചു പറഞ്ഞത്. വീരൻ അല്ലുവിനും സഹോദര സ്ഥാനത്തുള്ളവനാണ്. എന്റെ മകൻ ഒരിക്കലും മറ്റൊരു രീതിയിൽ നിന്നോട് പെരുമാറില്ല. പ്രായത്തിന്റെ ചില കുസൃതികൾ അവൻ കാണിക്കാറുണ്ട്. അതൊന്നും കുടുംബത്തല്ല. കണ്ണു തുറന്ന് നോക്കിയാൽ മതി മകന്റെ കുസൃതിയുടെ ആഴമറിയാൻ. അതറിയുന്ന നിമിഷമാണ് അമ്മയെന്ന നിലയിൽ നിങ്ങൾ തകർന്നു പോകുക. ശക്തി പുച്ഛത്തോടെ പറഞ്ഞു. അവൾക്കുള്ളിൽ അപ്പോൾ ദേവകിയും അല്ലുവും തമ്മിലുള്ള തെറ്റായ ബന്ധം തന്നെയായിരുന്നു. ഡി, നീ ആരെ ഈ കുറ്റം പറയുന്നത്? ഇത്രയൊക്കെ പറയാൻ നിനക്കെന്താണ് യോഗ്യതയുള്ളത്? ചെറിയ പ്രായം തൊട്ട് പിഴച്ചു നടന്ന കഥയൊക്കെ ഞാനും അറിഞ്ഞതാ. പ്രമീളേ, പ്രസേനൻ ശാസനയോടെ വിളിച്ചു. ഏട്ടൻ എന്നെ തടയേണ്ട, എനിക്ക് ചിലത് പറയാനുണ്ട്. അതെല്ലാം നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നാളെ നാട്ടുകാർ ചോദിക്കുമ്പോൾ മുഖം കുനിച്ചു നിൽക്കേണ്ടി വരും. പ്രസേനൻ എന്തോ പറയാൻ വന്നപ്പോൾ ജാനകിയമ്മ അയാളെ തടഞ്ഞു. വേണ്ട പ്രസേന, അവള് പറയട്ടെ. അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. പ്രമീള അത് പറഞ്ഞുകൊണ്ട് ശക്തിക്ക് നേരെ തിരിഞ്ഞു. എടീ,
നിന്നെ 16-ാമത്തെ വയസ്സിൽ റെയ്ഡിൽ പിടിച്ച കഥ സിന്ധു എന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ അല്ലുവാണ് പറഞ്ഞത്, കഴിഞ്ഞതൊന്നും കുത്തിപ്പൊക്കി ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കേണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്റെ മോന്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ നോക്കുവാണോ നീ? വീരനും അല്ലുവും ഒഴികെ മറ്റുള്ളവരെല്ലാം പ്രമീള പറയുന്നത് കേട്ട് ഞെട്ടി. പ്രമീളയ്ക്കാണെങ്കിൽ മനസ്സിലുണ്ടായിരുന്ന രഹസ്യം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ അവതരിപ്പിച്ച സന്തോഷവും. ശക്തിയുടെ മുഖത്ത് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. തന്നോട് മോശമായി പെരുമാറാൻ അവന് കിട്ടിയ ധൈര്യത്തിന്റെ കാരണം അപ്പോഴാണ് മനസ്സിലായത്. ശക്തിയുടെ കണ്ണുകൾ വീരനെ തേടി ചെന്നു. അവിടെയും പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. റെയ്ഡിൽ പിടിച്ചെന്നോ? നീ എന്തൊക്കെയാ പ്രമീളയെ പറയുന്നത്? ഭദ്ര അതിശയത്തോടെ പ്രമീളയെ നോക്കി ചോദിച്ചു. സത്യമാണ് നാത്തൂനെ, ഇന്ന് അമ്പലത്തിൽ വെച്ച് സിന്ധു പറഞ്ഞതാ ഇതെല്ലാം. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് നമുക്കറിയാലോ. ഇവിടെ നിന്ന് ഹോസ്റ്റലിലും സ്റ്റേഷനിലും എല്ലാം തിരക്കിയാൽ സത്യമറിയാമെന്നും സിന്ധു പറഞ്ഞിരുന്നു. അല്ലു അതെല്ലാം സത്യമാണെന്ന് ഉറപ്പും വരുത്തി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, അവൻ കണ്ടെത്തിയതൊക്കെ കള്ളമാണെന്ന്. പ്രമീള അല്ലുവിനെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യങ്ങൾ തിരക്കിയിട്ടില്ലെന്ന് അവർക്കല്ലേ അറിയൂ. അതേസമയം അവർ വിളിച്ചു കൂവുന്നതെല്ലാം സത്യമായതിനാൽ അത് തെളിയിക്കാൻ തനിക്കാവുമെന്ന ആത്മവിശ്വാസത്തോടെ അല്ലുവും നിന്നു. അപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ അല്ലു ഇവളോട് പറഞ്ഞു കാണുമല്ലേ? പറഞ്ഞത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി അടുക്കളയിൽ ഇവൾ നടത്തിയ നാടകമായിരുന്നോ അതെല്ലാം? ഭദ്ര അതിശയം വിട്ടുമാറാതെ ചോദിച്ചു. അതുതന്നെയാ നാത്തൂനെ, കാര്യം നടത്താൻ വേണ്ടി ഇവളൊക്കെ ആർക്കു വേണമെങ്കിലും ഭാവിരിക്കും. ഇവൾക്ക് ഇവിടെ കയറിയപ്പോൾ മുതൽ എന്റെ ലച്ചുവിന് പോലും ഇല്ലാത്ത തണ്ടല്ലേ. അതൊന്നു കുറയ്ക്കാൻ ഇവളുടെ ചരിത്രങ്ങളൊക്കെ അറിയാമെന്ന് അവൻ വിളിച്ചു കൂവിയതിനു വേണ്ടി എന്റെ മകനെ ഒരു പെണ്ണുപിടിയനാക്കാൻ നോക്കുന്നതാ ഇവള്. പ്രമീള ശക്തിയെ കടുപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവൾ ആള് കൊള്ളാമല്ലോ, കക്കാനും നിൽക്കാനും അറിയാം. ഒന്നും അല്ലു വിളിച്ചു കൂവാതെ ഇരിക്കാൻ അവന്റെ മൂക്കും ഇടിച്ചു ചതച്ചു. വീരാ, നീ ഇത് കേൾക്കുന്നില്ലേ? ഇങ്ങനെ ഒന്നിനെ തന്നെ നിനക്ക് ഭാര്യയായി വേണോടാ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ബന്ധം വേണ്ടെന്ന്. എല്ലാവരും കൂടി എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്തു. ഇതൊക്കെ ഇനി നാട്ടുകാരറിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കണമല്ലോ ഈശ്വരാ. ഭവിമോളായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും വരുമായിരുന്നോ? ഭദ്ര പ്രസേനനെ നോക്കി. സേനേട്ടൻ നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? ഇത്രയും നേരം എന്നോട് മിണ്ടാതെ ഇരിക്കാൻ കിടന്ന് അലറിയതല്ലേ? അതോ ഇപ്പോഴും മരുമകളുടെ ഭാഗത്താണോ? ഭദ്ര പ്രസേനന്റെ നിശബ്ദതയെ കുറ്റപ്പെടുത്തി. ഈ കേൾക്കുന്നതൊക്കെ നേരാണോ ശക്തി? പ്രസേനൻ ശക്തിക്ക് നേരെ ചോദ്യം മുതിർത്തു. ശക്തി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അതേന്ന പോലെ തലയാട്ടി. അത് പ്രതീക്ഷിക്കാത്തതിനാൽ പ്രസേനൻ തറഞ്ഞു നിന്നു. ഇനി ഒരു നിമിഷം പോലും ഇവളെ ഇവിടെ നിർത്തരുത്. വേശ്യാവൃത്തിക്ക് നടക്കുന്നവളുമാരെ കുടുംബത്തിൽ നിർത്തി ഇല്ലാത്ത നാണക്കേടും കൂടി വരുത്തി വെക്കരുത്. പ്രമീള ഉറക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസിനരികെ നിന്ന് ശക്തിയുടെ കയ്യിൽ പിടിച്ച് മുമ്പിലേക്ക് തള്ളിവിട്ടു. മുന്നിലേക്ക് ആഞ്ഞുപോയ ശക്തിയെ ചേർത്ത് പിടിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും വീരൻ അനങ്ങിയില്ല. ശക്തിയാകെ തളർന്നു പോയിരുന്നു. ദേഷ്യത്തെക്കാൾ അവളിൽ നിസ്സഹായത സ്ഥാനം പിടിച്ചു. ജാനകിയമ്മയ്ക്ക് പോലും നാവുയർത്താനായില്ല. എത്രയൊക്കെ ആയാലും കൊച്ചുമകന്റെ ജീവിതമല്ലേ. പക്ഷേ ശക്തി എന്താണെന്നറിയാവുന്നതിനാൽ അവരുടെ നോട്ടം അവളിൽ മാത്രമായിരുന്നു. മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി പിടിക്കാൻ ശ്രമിച്ചിരുന്നവൾ പരാജയം സമ്മതിച്ചതുപോലെ ഒതുങ്ങി നിൽക്കുന്നത് അവരിൽ അവിശ്വാസം ജനിപ്പിച്ചു. വീരൻ ജാനകിയമ്മയോട് ചേർന്ന് നിന്നു. അവളെ സംരക്ഷിക്കണം അച്ചമ്മേ. തെറ്റ് ചെയ്തിട്ടല്ല അവൾ ഇങ്ങനെ തളർന്നു നിൽക്കുന്നത്. അത്രയും നോവിക്കുന്ന കഴിഞ്ഞ സംഭവങ്ങളായതിനാലാണ്. എനിക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയാം. നിലവിൽ ഇവരുടെയെല്ലാം മുമ്പിൽ വെച്ച് എനിക്ക് അവളെ ചേർത്ത് പിടിക്കാൻ കഴിയില്ല. പക്ഷേ അച്ചമ്മയ്ക്കത് കഴിയും. ഈ ആരോപണത്തെ ഒതുക്കാതെ ശക്തിയെ ഞാൻ അങ്ങനെ ചേർത്ത് പിടിക്കും ഭദ്രൂട്ടാ. അത് ശരിയാവില്ല. ശരിയും തെറ്റും പിന്നീട് വേർതിരിക്കാം. ഈ നിമിഷം അച്ചമ്മ എനിക്കൊപ്പം നിൽക്കാൻ മടിച്ചാൽ നിങ്ങൾ കുറച്ചുപേരിൽ ഒതുങ്ങുന്ന ഒരു സത്യമില്ലേ? ഞാനും ജിനുവും ആരാണെന്ന രഹസ്യം അത് ഞാൻ വിളിച്ചു കൂവും. പാലാഴിയുടെ അടിത്തറ ഞാൻ തന്നെ ഇളക്കണോ? വീരന്റെ ഭീഷണിയേക്കാൾ അവൻ എങ്ങനെ അറിഞ്ഞെന്ന പരിഭ്രാന്തി അവരുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. ഞെട്ടേണ്ട, എനിക്കെല്ലാം അറിയാം. വൈദ്യമഠവുമായി എനിക്കുള്ള ബന്ധം വരെ. ജാനകിയമ്മ പകച്ചുപോയി. പിന്നെ ബോധം വീണ്ടെടുത്തതുപോലെ ശക്തിയെ നോക്കി. ശക്തി, മുറിയിലേക്ക് പൊയ്ക്കോ. ഇനി ആരും ഇവിടെ ഒരു വിചാരണ നടത്തേണ്ട, ജാനകിയമ്മ ഉറക്കെ പറഞ്ഞു. ഇത്രയൊക്കെ കേട്ടിട്ടും ഇവളുടെ ഭാഗത്ത് നിൽക്കാൻ അമ്മയ്ക്ക് വട്ടാണോ? ഇത്രയുമുള്ള അമ്മയ്ക്ക് വീരനോടുള്ള സ്നേഹം?
പ്രമീള അവരുടെ സംസാരം ഇഷ്ടമാകാത്തതുപോലെ ചോദിച്ചു. എന്റെ കൊച്ചുമകനോട് എനിക്കുള്ള സ്നേഹത്തെ ആരും ചോദ്യം ചെയ്യാൻ വരേണ്ട. അതിനു മുമ്പ് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ് പ്രമീളെ? ഇവിടെ നിന്ന് ജോലിക്കാരികളെ പറഞ്ഞു വിടാൻ നിനക്കാരാണ് അധികാരം നൽകിയത്? അമ്മ വെറുതെ വിഷയം മാറ്റരുത്. ഞാനൊരു വിഷയവും മാറ്റുന്നില്ല. ശക്തിയുടെ കാര്യത്തിൽ തീരുമാനം ഭദ്രൂട്ടൻ എടുത്തോളും. എന്താ പ്രസേന, അതല്ലേ ശരി? സ്വന്തം ജീവിതത്തിൽ പങ്കാളിയായി ആരെ ചേർക്കണമെന്നത് വ്യക്തിപരമായ കാര്യമല്ലേ? ജാനകി അമ്മയുടെ ചോദ്യത്തിനു മുമ്പിൽ ഭദ്രയെ ഒന്ന് നോക്കിയ ശേഷം പ്രസേനൻ തലകുലുക്കി സമ്മതമറിയിച്ചു. തുടരും.